4-ാം അധ്യായം. ബാരക്കുമോ. എന്നാൽ ബോവസ് പട്ടണവാതിൽക്കൽ ചെന്നു അവിടെ ഇരുന്നു. ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു. എടോ, ഇങ്ങോട്ട് വന്നോ, ഇവിടെ ഇരിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ ചെന്ന് അവിടെ ഇരുന്നു. പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ 10 പേരെ ഇരുത്തി, ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. അവരും ഇരുന്നു. അപ്പോൾ അവൻ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോവാബ് ദേശത്തു നിന്നു മടങ്ങി വന്നിരിക്കുന്ന നോമി നമ്മുടെ സഹോദരനായ എലീമേലെക്കിന്റെ വയൽ നിൽക്കുന്നു. ആകയാൽ നിന്നോട് ഇത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരെയും ജനത്തിന്റെ മൂപ്പന്മാരെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. നിനക്ക് വീണ്ടെടുപ്പുകാരൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്ക. വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് എന്നോട് പറക. നീ കഴിഞ്ഞിട്ടു ഞാനും അല്ലാതെ വീണ്ടെടുപ്പുകാരൻ ആരുമില്ല. അതിനു അവൻ, ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നോമിയുടെ വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. അതിനു വീണ്ടെടുപ്പുകാരൻ, എനിക്കോ അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല. എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടതിനോ നീ വീണ്ടെടുത്തുകൊള്ളുക. എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചിട്ടുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തൻ്റെ ചെരി ഒപ്പുകയും മറ്റേവനോ കൊടുത്തുകുന്നതോ ഇസ്രായേൽ പണ്ടു നടപ്പായിരുന്നു. ഇതായിരുന്നു ഇസ്രായേലിൽ ഉറപ്പായ വിധം. അങ്ങനെ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട്, നീ ഇത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു തൻ്റെ ചെരുപ്പ് ഊരി കൊടുത്തു. അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞു, എലീമേലെക്കിനുള്ളതൊക്കെയും കില്യോനും മഹ്ലോനും ഉള്ളതൊക്കെയും ഞാൻ നോമിയുടെ വാൽ നിന്ന് വാങ്ങിയിരിക്കുന്നു എന്നതിനു നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അത്രയുമല്ല, മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നോ അവന്റെ പട്ടണവാതിക്കൽ നിന്നും മാഞ്ഞു പോകാത്ത വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിൽക്കേണ്ടതിനോ മഹ്ലോന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനോ നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അതിനോ പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞതു, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആകട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതതു. എഫ്രാത്തിൽ നീ പ്രബലനും ബത്ലഹേമിൽ വിശ്രുതനുമായിരിക്കാം. ഈ യുവതിയിൽ നിന്നു യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം താമാ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരസിന്റെ ഗൃഹം പോലെ ആയിരിക്കട്ടെ. അങ്ങനെ ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്കു ഗർഭം നൽകി. അവൾ ഒരു മകനെ പ്രസവിച്ചു. എന്നാറേ സ്ത്രീകൾ നോമിയോടോ, ഇന്നു നിനക്കു ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ടോ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവന്റെ പേർ ഇസ്രായേൽ വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്കു ആശ്വാസപ്രദവനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമനുമായിരിക്കുന്ന നിന്റെ മരുമകളോ അവനെ പ്രസവിച്ചതോ എന്ന് പറഞ്ഞു. നോമി കുഞ്ഞിനെ എടുത്തു മടിയിൽ കിടത്തി. അവനോ ധാത്രിയായി തീർന്നു. അവളുടെ അയൽക്കാരത്തികൾ നോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. അവനോ ഓബേദ് എന്നു പേർ വിളിച്ചു. ദാവീദിന്റെ അപ്പനായ യിശ്ശിയായുടെ അപ്പൻ ഇവൻ തന്നെ. ഫേരസിന്റെ വംശപാരമ്പര്യമാവിതോ. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. രാം അമീബാദിനെ ജനിപ്പിച്ചു. അമീദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ സെൽമോനെ ജനിപ്പിച്ചു. സെൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഈശായെ ജനിപ്പിച്ചു. ഈശായ് ദാവീദിനെ ജനിപ്പിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ.